ഹായ് ഹലോ നമസ്തേ. ഗഫ്ലസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എന്താണ് ദാസ? നമ്മുടെ ബാക്കി ക്യാരക്ടർ നമ്മൾ കുറച്ച് വിട്ടുപോയി. അങ്ങനെ ബാക്കി ക്യാരക്ടേഴ്സ് നോക്കാം, എമ്പുരാൻ്റെ അതൊക്കെയാണ്. അതെല്ലാം നമുക്കൊന്ന് എൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ആദ്യത്തെ നമ്മൾ ഫസ്റ്റ് പറയാനുള്ളത് ബൈജു ചെയ്യേണ്ട ക്യാരക്ടറാണ് മുരുകൻ. മുരുകൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൂസിഫറിലുണ്ടായിരുന്നു. ലക്കിടിലെ ഡയലോഗ് ഒക്കെ ആയിരുന്നു, മുരുക പാർട്ടിക്ക് ഒരു മര്യാദയൊക്കെ ഒരു മര്യാദയൊക്കെ വേണം. പിന്നെ ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഇന്റർവ്യൂ പറഞ്ഞ ഇന്റർവ്യൂവിന്റെ ഏറ്റവും അവസാനം ഇന്റർവ്യൂ അല്ല ഇതിനകത്ത് അവസാനം പറയണത് നിങ്ങൾക്ക് കണ്ട നമുക്കും കൊള്ളാം, നമുക്ക് നിങ്ങൾ കണ്ട നമുക്കും കൊള്ളാം, നിങ്ങൾ കണ്ടു. ഇതിനകത്ത് ആ ഒരു പാർട്ടിക്കാരനായിട്ട് നടന്നു വരുന്ന ഒരു പോസ്റ്റാണ്. കുറച്ചുകൂടെ നെഞ്ചു മുരിച്ചൊക്കെ നടക്കണം. ബാക്കിൽ കുറെ പേരെന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു പ്രസംഗം കേട്ടോണ്ടിരിക്കും പോലെയുണ്ട്. പുള്ളിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാന്നുള്ളൊരു ധാരണയിൽ നടന്നു വരും. എല്ലാവരും ബാക്കിൽ പ്രസംഗം കേട്ടോണ്ടിരിക്കുമ്പോ പുള്ളി അവിടെ നിന്ന് ഇറങ്ങി സ്ലോ മോഷൻ ഇവിടെ നടന്നു. വേറെ എന്തോ ചെയ്യാനുണ്ട്, ഒരു മര്യാദ അകത്ത് കയറി എല്ലാവരും വെടി വെച്ചിടുന്നു. അടുത്ത നമ്മളെ വർമ്മ സാർ, സായികുമാറിന്റെ ക്യാരക്ടറാണ്. ലൂസിഫർ തന്നെ കിടിലം പറയാൻ പറ്റുന്ന സ്കോർ ചെയ്ത ഒരു ക്യാരക്ടറാണ്. അതുപോലെ ഇതിനകത്തും ആ മുഖത്ത് ആ പൗരുഷം ഇപ്പോഴും ഉണ്ട്. എന്താണ് എമ്പുരാനില്ലെന്ന് നമുക്ക് അറിയത്തില്ല, എന്തായാലും എന്താണ് ഒരു തട്ട് ഒരു തള്ളു എന്തൊക്കെയാണ്. പിന്നെ അടുത്ത നമ്മുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ PK രാംദാസ്. ഒരു ചെറുപ്പകാലമാണ് കാണിച്ചേക്കുന്നത്. എൻ്റെ ഊഹ ശരിയാണെങ്കിൽ ഈ സ്റ്റേജിൽ വെച്ച് സ്റ്റീഫൻ IF പാർട്ടിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ഇതായിരിക്കാനാണ് സാധ്യത. എന്ത് തന്നെ നിനക്കെങ്ങനെ തോന്നുന്നു? പറഞ്ഞപ്പോ അങ്ങനെ തോന്നുന്നു, നീ പറഞ്ഞപ്പം. അല്ല എന്നാലും അത് എന്താണ് PK രാംദാസിന്റെ ചെറുപ്പകാലമാണ് കാണിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും IF ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുമല്ലോ. അപ്പൊ സ്റ്റീഫൻ എങ്ങനെ IF വന്നെന്ന് കാണിക്കണമല്ലോ. അതുകൊണ്ട് അടുത്ത നമുക്ക് നമ്മുടെ ഫാസിൽ സാർ അഭിനയിച്ച നെടുമ്പള്ളി അച്ഛൻ. അത് എന്താണ് സീരിയസ് എന്ന് പറഞ്ഞ കട്ട ആ പടത്തിലെ തന്നെ ഒരു ഗ്രാഫ് മാറ്റിക്കളഞ്ഞ, അതിന് ശേഷമാണ് ആ പടത്തിന്റെ ഒരു ഗ്രാഫ് മാറുന്നത്. ശരിയാണ്. ഇത്രയും വർഷം എവിടെയായിരുന്നു? അതന്നെ നോർമലായിട്ട് പോണ ഒരു സിനിമ, മറ്റേ ഡയലോഗ് കൊണ്ട് അപ്പോഴത്തേക്കും നമ്മൾ ആലോചിക്കണം ഇത്രയും വർഷം. അതാണ്. എന്നിട്ട് ചെയ്യാൻ പോകുന്ന ഭാവങ്ങൾക്കല്ലേ ഫാദർ കുമ്പസരിക്കാൻ പറ്റൂ. അങ്ങനെ ചെയ്ത ഭാവങ്ങൾക്കല്ലേ ചെയ്യാൻ പോകുന്ന ഭാവങ്ങൾക്ക് പറ്റില്ലല്ലോ എന്നുള്ള ചോദ്യം കയ്യിലെന്തോ ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീനാണ് ഇതില് പള്ളിയിലെ അച്ഛന്റെ കൈ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഫാദർ അത് പറയണ്ട, അപ്പൊ ഒരു ബീജം വരും. വീൽ ചെയറില്ല, അതിനകത്ത് വീൽ ചെയർ അല്ലായിരുന്നല്ല. അല്ല അതിലും വീൽ ചെയർ തന്നെയായിരുന്നു ലാസ്റ്റ് വീൽ ചെയർ. അതായത് PK രാംദാസിന്റെ കൂടെയുള്ള പള്ളിയിലെ അച്ഛന്റെ മറ്റേ യങ് ടൈം കാണിക്കുമ്പോ വീൽ ചെയറിലല്ല, പക്ഷെ സ്റ്റീഫൻ ലാസ്റ്റ് വന്നു പോണ ടൈമിൽ വീൽ ചെയറിലാണ്. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നത് അത് തന്നെ. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി ലുക്കായില്ല. പിന്നെ സുഭദ്ര ബെൻ അല്ലേ? ഒറിജിനല് നിഖാദ് ഖാൻ ഹെഗ്ഡെ. ഹിന്ദി ക്യാരക്ടറാണ്. ഹിന്ദി ബാക്ക്ഗ്രൗണ്ടിൽ വരാൻ സാധ്യത ഒരു ലേഡി ഡോൺ പോലെ ഇരിപ്പുണ്ട്. അതായത് നാട്ടുപ്രമാണികളൊക്കെ പോലെയുള്ള ഒരു ജന്മി പോലെ ഇതാണ്. അപ്പൊ നമുക്ക് കണ്ടറിയാം ഒരു രാജകുടുംബവും. പക്ഷെ ഈ മസൂദിന്റെ ഫാമിലി നമ്മൾ നോക്കുമ്പോ എല്ലാരും ഒരു ദരിദ്ര അവസ്ഥയിലാണ് പോണത്. പക്ഷെ ഇതില് നമ്മൾ നോക്കുമ്പോ വേറൊരു റിച്ച് ഫാമിലിയുടെ ഒരു സെറ്റപ്പ് ഉണ്ട്. മസൂദിന്റെ ഫാമിലി എല്ലാം കുറച്ചുകൂടെ പൂറായിട്ട് പണിയെടുക്കണ ഫാമിലി ആയിരിക്കും മിക്കവാറായിരിക്കും. പക്ഷെ ഇതിലേക്ക് പണിയെടുക്കണ ഈ ഫാമിലി ആയിരിക്കും. പക്ഷെ ഇതിലേക്ക് എങ്ങനെയാണ് ഈ ഖുറേഷി അബ്രഹാമിന്റെ പറിച്ചു നടന്നത്, അതാണ് എനിക്ക് അറിയാനുള്ളത്. അതിലേക്കാണ് നമ്മൾ വരാം. പിന്നെ അടുത്തത് കബൂക. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, കുറച്ച് വിമർശനങ്ങളൊക്കെ കിട്ടിയതാണ്. എന്താണ് പേര്, എന്താണ് കബൂക്ക, അതുപോലെ തന്നെ ദാവൂദ്. അതിന് മുമ്പുള്ള ഫാദറിന്റെ നെയിം നമ്മൾ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി, കേട്ടപ്പോ മാറിപ്പോയി. ഒസാമ കമന്റിലൊക്കെ പറഞ്ഞത് നമുക്ക് ചെറിയ മിസ്റ്റേക്ക് പറ്റി. ഒസാമ എന്നാണ് കമന്റിലൊക്കെ പറഞ്ഞത്, നമ്മൾ ഒസാബ എന്നാണ് കേട്ടത്. ദാറ്റ്സ് നോട്ട് അവർ മിസ്റ്റേക്ക്. മിസ്റ്റേക്ക് ആണ്, എന്നാലും സബ് ടൈറ്റിൽ ഇട്ടല്ല നമ്മൾ കേട്ടത് അങ്ങനെയാണ്. അടുത്തൊരു വളരെ ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ്, നമുക്ക് എടുത്തു പറയേണ്ട ക്യാരക്ടറാണ്, നമ്മളെ നാട്ടുകാരനാണ് സുരാജ് വെഞ്ഞാറുമൂട്. തിരുവനന്തപുരം. അതുപോലെ എന്താണ്
ഈ ക്യാരക്ടറിനെ കുറിച്ച് കുറച്ച് ബ്രീഫ് ചെയ്യാമല്ലോ. സജന ചന്ദ്രൻ. സംഭവം നമ്മൾ സജന സ്റ്റോറി പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ലൂസിഫറിന്റെ. അതിനകത്ത് പറയുന്നുണ്ട് പുതിയൊരു നടൻ, അത് സുരാജിന്റെ പേര് നമ്മൾ പറഞ്ഞു തോന്നുന്നു. പക്ഷെ അതിനകത്ത് നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു IUF എന്ന് പറയുന്ന പാർട്ടിക്കെതിരെ വേറൊരു പാർട്ടി വരും, ഒരു മൂന്നാമതൊരു പാർട്ടി വരും. അതായത് മേടയിലാശാനും IUF അല്ലാതെ പുറത്തുനിന്ന് പാർട്ടി വരും, സ്ട്രോങ് ആവും. അതുപോലെ തന്നെ ഈ പാർട്ടിയിൽ പെടുന്നതാണ് മണിക്കുട്ടന്റെ ക്യാരക്ടർ. മണിക്കുട്ടൻ മറ്റേ ചിരിച്ചോണ്ടൊക്കെ നിൽക്കണ നമ്മളെ പോസ്റ്ററൊക്കെ കണ്ടാണ്. പിന്നെ ഇതിനകത്ത് സുരാജ് ആ ഇന്റർവ്യൂല് പറഞ്ഞതേ, പൃഥ്വിരാജിനടുത്ത് ലൂസിഫർ കണ്ടിട്ട് പൃഥ്വിരാജിനോട് പറഞ്ഞ് നിങ്ങൾ അതില് പറ്റിയൊരു മിസ്റ്റേക്ക് ഞാൻ കണ്ടുപിടിച്ചു കണ്ടില്ലേ. അപ്പൊ സുരാജ് അപ്പൊ പൃഥ്വിരാജിനൊരു ക്യൂരിയോസിറ്റി, അത് അങ്ങനെ വരാൻ സാധ്യതയില്ല, എന്താണത്? അതിനകത്ത് ഞാനില്ല. അപ്പൊ എമ്പുരാനിൽ എനിക്കൊരു ക്യാരക്ടർ തരണമെന്ന് അങ്ങനെ ചോദിച്ചു വാങ്ങിച്ച് അങ്ങനെ കൊടുത്ത ഒരു ക്യാരക്ടറാണ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. പടത്തിൽ കാണാൻ ഉറപ്പായിട്ട് ആ ഒരു എന്താണ് കണ്ണുകൊണ്ടുള്ള ആ തീഷ്ണത കാണുമ്പോൾ അറിയാം എന്തോ കാര്യമായിട്ടുള്ളൊരു ചെയ്തിട്ടുണ്ട്. അടുത്തത് മുന്ന സുഖാൻ ഗോയൽ. ഈ ക്യാരക്ടർ എന്താണ് സെയ്ദ് മസൂദിന്റെ ഒക്കെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ വരാനാണ് സാധ്യത. പക്ഷെ ഫാമിലിയിലുള്ള ആളാവാൻ സാധ്യതയില്ല. കുറച്ച് സ്ട്രേഞ്ചർ അല്ല, ഈ അതാണ് തൊട്ടടുത്തുള്ള ആരെങ്കിലും ആയിരിക്കാം, അയൽപക്കത്ത് താമസിക്കുന്ന ഒരാളെ പോലാന്ന് എനിക്ക് തോന്നണത്. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യും തീർച്ചയായും. അടുത്ത് നമ്മൾ പറയാനുള്ള കാർത്തിക്. ഈ ആക്ടറിനെ പറ്റി നമ്മൾ ഒരുപാട് പറയണം. എന്താണ് പുള്ളിയുടെ പേരെന്താണ് ഒറിജിനൽ പേര്? കിഷോർ കുമാർ. ഈ കിഷോർ കുമാർ എന്ന് പറയുന്ന ആക്ടർ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടുമിക്ക ഈ ഹിറ്റായ പടങ്ങളിൽ നോക്കിയാൽ ഇപ്പൊ ജയിലറിൽ ഒരു ഇമ്പോർട്ടന്റ് റോൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ കാന്താരയിൽ ഇല്ലായിരുന്നു, കാന്താരയിലുണ്ടായത് നിങ്ങൾ കമന്റ് ചെയ്യണം. പിന്നെ തന്നെയല്ലേ കാന്താരയിലുണ്ടായിരുന്നു, പിന്നെ ജയിലറിലുണ്ടായിരുന്നു, പിന്നെ വേട്ടയൻ സിനിമയിലുണ്ടായിരുന്നു. തിരുവമ്പാടി തമ്പാനിലെ വില്ലനാണിത്. തിരുവമ്പാടി തമ്പാൻ താരകൻ അതിലെ വില്ലനാണ്. അതുപോലെ കിടിലം ആക്ടറാണ്. പുലിമുരുകലിൽ ഒരു ഇമ്പോർട്ടന്റ് റോൾ ഓർമ്മ ഉണ്ടോ പോലീസുകാരുണ്ട്. അപ്പം എന്താണ് ഒരു അത്യാവശ്യം നമ്മളെ ഇൻഡസ്ട്രി തന്നെ ഹിറ്റായതും തമിഴ് ഇൻഡസ്ട്രിയിലൊക്കെ ഹിറ്റായ നല്ല പടങ്ങളിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് റോള് വഹിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇതിൽ കാർത്തിക് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. എന്താണെന്ന് അറിയില്ല, എന്തോ ഒരു എന്താണ് ഒരു എക്സിക്യൂട്ടീവ് ലുക്കിലാണ് വന്നേക്കുന്നത്. എന്താണെന്ന് ഏത് ഭാഗത്തിൽ വരുമെന്നുള്ള കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത നമ്മൾ പറയാനുള്ള ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ്. ഈ ക്യാരക്ടറിന്റെ ഒറിജിനൽ പേരോ എന്തോന്ന് ദേവ് അപ്പം നമ്മുടെ കാർത്തികേയ ദേവ് ഇവിടെ ഉണ്ട്. കാർത്തികേയ ദേവ് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. നമുക്കിത് സുപരിചിതനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കാര്യം ഏതാണ് സലാറിലെ നമ്മളെ പൃഥ്വിരാജിന്റെ ചെറുപ്പകാലം സാമ്യമുണ്ട് തീർച്ചയായിട്ടും. അത് നമ്മൾ നേരത്തെ ഇത് പ്രഡിക്റ്റ് ചെയ്തതാണ്. എന്താണ് സലാറിലെ ക്യാരക്ടർ തന്നെ നമ്മളിപ്പോ പ്രഡിക്റ്റ് ചെയ്ത് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ ശരിയാവുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ ഇത്തരത്തിലുള്ള പ്രഡിക്ഷണറി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ എന്താണ് ഈ ക്യാരക്ടറിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇതിലെ ക്യാരക്ടർ പോസ്റ്റർ കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു കുറച്ച് ദാരിദ്ര്യം എന്തോ കാര്യമായിട്ട് അവരുടെ കുടുംബത്തിന് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും ഖുറേഷി അബ്രഹാം എടുത്ത് വളർത്തുന്ന ഒരു അനുജനാണെങ്കിലോ ഖുറേഷിയുടെ ചെറുപ്പക്കാരായിരിക്കും, അറിയത്തില്ല. അതൊരു ചർച്ച വളരെ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇവന്റെ ആ ഒരു റോള് കണ്ടിട്ടല്ലേ ടീസറിൽ പ്രണവാണെന്നൊക്കെ പറഞ്ഞു വന്നത് അല്ലേ? അപ്പൊ ഇതാണ്. അപ്പൊ ആ ക്യാരക്ടറിന് കുറച്ച് മുടിയൊക്കെ ഉണ്ട്, മറ്റേ ഇങ്ങനെ കൊച്ചിനെ പിടിച്ചോണ്ട്. അപ്പൊ ആ കൊച്ചു പയ്യനാണ് ഇവന്റെ അനിയൻ. മറ്റേ സെയ്ദ് മസൂദിന്റെ ഒരു അനിയനായിട്ട് ഒരു ക്യാരക്ടർ വന്നല്ലോ, ഓസിൽ എന്ന് പറഞ്ഞൊരു അവന്റെ ക്യാരക്ടർ. അപ്പൊ ഈ സെയ്ദാണ് ആ കൊച്ചിനെ പിടിച്ചോണ്ട് നിൽക്കുന്നത്. അപ്പൊ ഖുറേഷി അബ്രഹാം ഇവിടെ നിന്നാണ് വന്നത്. ഓസിൽ എന്ന് പറഞ്ഞാൽ മറ്റേ ഈ സെയ്ദിന്റെ അനിയനായിട്ട് ഒരു ക്യാരക്ടർ ഉണ്ട്, നമ്മൾ റിവീൽ ചെയ്തായിരുന്നല്ലോ. അപ്പൊ ഇപ്പൊ സെയ്ദ് മസൂദ് അവന്റെ അനിയനെ പിടിച്ചോണ്ട് നിൽക്കണം അവിടെ തീ കത്തിയ സമയത്ത്. ഒരു കൊട്ടാരത്തിന്റെ അവിടെ തീ കത്തുന്ന സമയത്ത് സെയ്ദിന്റെ അനിയനെ പിടിച്ചോണ്ട് നിൽക്കണം. അപ്പൊ ഖുറേഷി അബ്രഹാം ആരാണ് എന്നാണ് ചോദ്യം. ഇത് എവിടെ നിന്ന് വന്നു, എവിടേക്കാണ് പോകുന്നത്? അല്ലെങ്കിൽ സ്റ്റീഫൻ എന്ന ഖുറേഷി അബ്രഹാം ആരാണ്? മാർച്ച് 27 നോക്കാം തീർച്ചയായും. അപ്പൊ എന്താണ്, അപ്പൊ ഇത്രയേ ഉള്ളു ക്യാരക്ടേഴ്സ്. എന്താണ് മൊത്തത്തിൽ ഓവറോൾ ഇത്രയും ക്യാരക്ടർ ഉണ്ട്. അപ്പൊ നിന്റെ ഒരു ഒപ്പീനിയൻ എന്താണ്? പിന്നെ എന്ത് പറയും,
ഇങ്ങനെ ക്യാരക്ടർ റിവീൽ ചെയ്ത് വിടുന്നതുകൊണ്ട് എന്താണ് അതിന്റെ ഒരു ഒപ്പീനിയൻ എന്താണ്? ഇങ്ങനെ വെച്ചാൽ ഈ സിനിമയ്ക്ക് എന്ത് പ്രൊമോഷനാണ് കിട്ടുന്നത്? എടാ ഇതിപ്പോ എല്ലാ ദിവസവും ഈ എമ്പുരാന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ ലൈവായിട്ട് നിൽക്കുകയാണ് ഇങ്ങനെ ക്യാരക്ടർ. ശരിയാണ്. നമ്മളിപ്പോ സ്ഥിരമായി ഒരു കാര്യത്തിനെ കാണുമ്പോൾ നമ്മള് ഓട്ടോമാറ്റിക്കലി പരിചയപ്പെട്ടുകൊണ്ടിരിക്കുമല്ലോ. അപ്പൊ നമ്മള് തന്നെ ഇപ്പൊ എല്ലാ ദിവസവും ഇത് നോക്കിയല്ലേ. തീർച്ചയായും. അപ്പൊ ഇത്തരത്തിലൊരു പ്രൊമോഷൻ രീതി നല്ലതാണെന്നാണ് തീർച്ചയായിട്ടും എന്റെ അഭിപ്രായം അതാണ്. ഒരു മാസം കംപ്ലീറ്റ് ആയിട്ട് ഈ എമ്പുരാൻ എന്നുള്ള ഒരു പേരും ആ ഒരു സിനിമയുടെ ഇതും എല്ലാം ലൈവായിട്ട് തന്നെ നിൽക്കും. തീർച്ചയായും. ഇപ്പൊ ഫെബ്രുവരി മാസം തീരാറാകുമ്പോൾ ഈ ക്യാരക്ടർ എല്ലാം തീരും. അപ്പൊ പിന്നെ മാർച്ചിലേക്ക് വരുമ്പോ ഇവരെ പ്രൊമോഷൻ രീതി എങ്ങനെയാണെന്ന് നമുക്ക് ഇനി കണ്ടറിയണം. അപ്പൊ അത്രയൊക്കെ ഉള്ളു അല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ക്യാരക്ടർ റിവീൽ പോസ്റ്റ് വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പൊ പുതിയൊരു വീഡിയോയുമായി നമ്മൾ ഉടനെ വരും. അൻറ്റിൽ ദെൻ ലൈൻ കട്ട്.